ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.1 ആണ്. അതിലെ 4, 5, 6, 7 ഈ 4 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ 4th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് 2 നമ്പറുകൾ തന്നിട്ടുണ്ട്, 306 ആൻഡ് 657. അതിൻ്റെ HCF എന്ന് പറയുന്നത് 9 ആണ്. അങ്ങനെയാണെങ്കിൽ ആ 2 നമ്പറുകളുടെ LCM നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കണം. അപ്പോൾ 2 നമ്പറുകൾ തന്നു കഴിഞ്ഞാൽ LCM കാണാൻ നമുക്കറിയാം. പക്ഷേ ഇവിടെ HCF ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് കാണേണ്ടത്, LCM കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. HCF ഓഫ് AB എന്ന് പറയുന്നത് നമ്മൾ 2 നമ്പറുകളായിട്ട് എടുത്തു, മൾട്ടിപ്ലൈഡ് വിത്ത് അതിൻ്റെ LCM എന്ന് പറയുന്നത് എന്താണ്, ഈ 2 നമ്പറുകളുടെ പ്രോഡക്റ്റ് ആണ്, A മൾട്ടിപ്ലൈഡ് വിത്ത് B. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് LCM എങ്ങനെ എഴുതാം, LCM ഇസ് ഈക്വൽ ടു A മൾട്ടിപ്ലൈഡ് വിത്ത് B ഡിവൈഡഡ് ബൈ HCF അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ A എന്ന് പറയുന്നത് എത്രയാണ്, ഫസ്റ്റ് നമ്പർ 306, സെക്കൻഡ് നമ്പർ 657 ഡിവൈഡഡ് ബൈ HCF എന്ന് പറയുന്നത് 9 ആണ് അല്ലേ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും, 2,01,042 2,01,042 ഡിവൈഡഡ് ബൈ 9. അപ്പോൾ ഇത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും, 22,338. അതാണ് നമ്മുടെ LCM എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ LCM കണ്ടുപിടിക്കണം. ഇതിൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ HCF കണ്ടുപിടിക്കാൻ പറയും. LCM തന്നിട്ട് HCF, അപ്പോൾ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ LCM ചെയ്യണം. നമ്മുടെ 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, check whether 6 raised to n can end with the digit 0 for any natural number n. ഇതേപോലെ ഒരു പ്രോബ്ലം നമ്മുടെ എന്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, 4 raised to n എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതേപോലെ തന്നെയാണ്. അപ്പോൾ നോട്ട് ഞാൻ ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ട് നോട്ട് എഴുതാം. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 6 raised to n ആണ്. n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. അതിന് നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറുകൾ കൊടുക്കുക. അപ്പോൾ 1 കൊടുക്കുമ്പോൾ 6 വരും, 2 കൊടുക്കുമ്പോൾ 6 സ്ക്വയർ 36 വരും. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് അതിൻ്റെ ലാസ്റ്റ് എന്നിന് ഒരു വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു നമ്പർ കിട്ടില്ലേ, അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്സ് 0 ആകുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്നിന് ഏതോ ഒരു വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു നമ്പർ കിട്ടി, അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്സ് 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിൽ ഇപ്പോൾ ഒരു 30 അല്ലെങ്കിൽ ഒരു 140 അങ്ങനെയൊക്കെ കിട്ടിയെന്ന് വിചാരിക്കേ. അപ്പോൾ അതിൻ്റെ ഒരു ഫാക്ടർ ആരായിരിക്കും, ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ അതിൻ്റെ ഫാക്ടർ ആര് വരും, 5 വരും. അത് നമുക്കറിയാം അല്ലേ. 5ൻ്റെ ഏത് മൾട്ടിപ്പിൾ എടുത്താലും ഒന്നുകിൽ 5 അല്ലെങ്കിൽ 0 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്സിൽ വരിക. അപ്പോൾ 5 അതിൻ്റെ ഒരു ഫാക്ടറാണ്. പക്ഷേ 6 raised to n എന്ന് പറയുന്നത് എന്താണ്, 6 എന്ന് പറയുന്നത് 2 × 3 ആണല്ലേ. 2 3s are 6 all raised to n, അതായത് 2 raised to n 3 raised to n. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, 2ഉം 3ഉം മാത്രമാണ് ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് വരുള്ളൂ 6 raised to n-ൻ്റെ, അല്ലാതെ 5 വരുമോ, ഇല്ല. പിന്നെ നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിൽ എന്ത് പഠിച്ചിട്ടുണ്ട്, ഒരു നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതുന്ന സമയത്ത് അത് യുണീക്കാണ്. നമുക്ക് വേറെ രീതിയിലൊന്നും അങ്ങനെ എഴുതാൻ പറ്റില്ല, ഒരു രീതിയിൽ എഴുതാൻ പറ്റില്ല. വേണമെങ്കിൽ ഓർഡർ തിരിച്ച് എഴുതാം. അപ്പോൾ 2ഉം 3 എന്ന് പറയുമ്പോൾ നമുക്ക് 3 × 2 അങ്ങനെ എഴുതാമെന്ന് മാത്രം. അപ്പോൾ ഒരു യുണീക്ക് ഒറ്റ രീതിയിൽ മാത്രമേ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ 2ഉം 3ഉം ഉള്ളതെന്ന് മാത്രമേ നമുക്ക് പറയുന്നുള്ളൂ. അപ്പോൾ 5 അതിലുണ്ടാവുമോ, ഇല്ല. അപ്പോൾ 5 അതിൻ്റെ ഒരു ഫാക്ടർ അല്ല. അതുകൊണ്ട് 6 raised to n can never end with the digits 0. മനസ്സിലായി എന്ന് വിചാരിക്കണു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Explain why 7 × 11 × 13 plus 13 and 7 × 6 × 5 × 4 × 3 × 2 × 1 plus 5 are composite numbers. ഇതെല്ലാം കോമ്പോസിറ്റ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആദ്യത്തെ നമ്പർ നമുക്ക് എടുക്കാം, 7 × 11 × 13 പ്ലസ് 13 ആണ്. അപ്പോൾ ഇത് ഒറ്റ ടേമാണ്, ഇത് വേറൊരു ടേം. അപ്പോൾ 13 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം അല്ലേ. രണ്ടിലും 13 ആണ് ഉള്ളത്. ഇവിടെ എന്ത് വരും, 7 × 11, ഈ 13 നമ്മൾ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുത്തു, പ്ലസ് ഈ 13 എടുത്തു കഴിഞ്ഞാൽ ബാക്കി പിന്നെ അവിടെ 1 മാത്രമേ ഉള്ളൂ. 13 × 7 × 11 എത്രയാണ്, 77 പ്ലസ് 1, അതായത് 13 മൾട്ടിപ്ലൈഡ് വിത്ത് 77 പ്ലസ് 1 78. ബ്രാക്കറ്റിൽ മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 13 × 78, അതായത് 13 × 78 എങ്ങനെ എഴുതാം, 13 × 6 അപ്പോൾ 13 × 13 × 6 ആണ് നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പറുകൾ. അപ്പോൾ ഇതിൽ ആരൊക്കെയുണ്ട് ഫാക്ടേഴ്സായിട്ട്, 13 വരും, 6 വരും ഇതിൻ്റെ ഫാക്ടേഴ്സായിട്ട് അല്ലേ. അതുകൊണ്ട് ഇതെന്താണ്, therefore it is a composite number. ഇതേപോലെ തന്നെ നമുക്ക്
അടുത്ത നമ്പർ ചെയ്യാം. അടുത്ത എന്താ തന്നിരിക്കുന്നത്? 7 × 6 × 5 × 4 × 3 × 2 × 1 +5 ആണ്. അപ്പോൾ അതിൽ നമ്മൾ 5 ആണല്ലേ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുക. 5 എടുക്കുമ്പോൾ ബാക്കി ഇവിടെ 7 × 6 × 4 × 3 × 2 × 1 പ്ലസ് ഈ 5 കഴിഞ്ഞ ബാക്കി അവിടെ 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 5 × ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? 1008 എന്ന് കിട്ടും +1. അതായത് 5 × 1009 എന്ന് കിട്ടും. 1009 ഒരു പ്രൈം നമ്പറാണ്. ഇനി അതിനെ നമുക്ക് വീണ്ടും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സായിട്ട് ആരാ വരുന്നത്? 5 വരുന്നുണ്ട്, അതുപോലെ 1009 വരുന്നുണ്ട്. therefore it is a composite നമ്പർ. അപ്പോൾ അത് രണ്ടും കോമ്പോസിറ്റ് നമ്പറാണ് നമ്മൾ ചെക്ക് ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. ഇനി നമുക്കൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം നോക്കാം. ഒരു സർക്കുലാർ പാത്ത് ഉണ്ട്. ഒരു സർക്കുലാർ പാത്ത്, സർക്കിൾ ഷേപ്പിലുള്ള ഒരു പാത്ത്, അല്ലെങ്കിൽ ഒരു ഗാർഡനോ അല്ലെങ്കിൽ ഗാർഡൻ്റെ ചുറ്റും അങ്ങനെ ഒരു സർക്കുലാർ പാത്തോ എന്ത് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. ഒരു സ്പോർട്സ് ഫീൽഡാണ്. ഒരു സ്പോർട്സ് ഫീൽഡാണ്. അതിന് ചുറ്റും ഒരു സർക്കുലാർ പാത്ത് ഉണ്ട്. 2 പേര് സോണിയയും രവിയും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, അവർ ഡ്രൈവ് ചെയ്യാണ്. അപ്പോൾ സോണിയ അതായത് ഒരു എൻഡിൽ നിന്ന് തുടങ്ങി, ഒരു പോയിന്റിൽ നിന്ന്, ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട്, അവിടെ നിന്ന് തുടങ്ങി അവരതങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് അവിടെ തന്നെ എത്തിച്ചേരണം. അപ്പോൾ സോണിയ എത്ര മിനിറ്റ് എടുക്കുന്നുണ്ട്? 18 മിനിറ്റ്സ് എടുത്താലാണ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. അതേസമയം രവിക്ക് എത്ര മിനിറ്റ് മതി? 12 മിനിറ്റ്സ് മതി ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 പേരും ഈ സെയിം പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, സെയിം ടൈമിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് അപ്പോൾ രവി വേഗം 12 മിനിറ്റ്സ് കൊണ്ട് ഇവിടെ എത്തൂലേ? അതേസമയം സോണിയ എത്തണമെങ്കിൽ 18 മിനിറ്റ്സ് വേണം. പിന്നീട് അവർ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുമിച്ചാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്, സെയിം പോയിന്റിൽ സെയിം ഡയറക്ഷനിൽ സെയിം ടൈമിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവർ വീണ്ടും ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ എപ്പോഴാണ് മീറ്റ് ചെയ്യുക എന്നുള്ളത്. ചിലപ്പം രവി ഇവിടെ 12 മിനിറ്റ്സിലെത്തി, ആ സമയത്ത് 12 മിനിറ്റ്സിൽ സോണി ഇവിടെ എത്തിയിട്ടില്ല. പിന്നെ അടുത്ത റൗണ്ടിലോ എപ്പോഴാണ്, ഏത് മിനിറ്റിലായിരിക്കും അവർ 2 പേരും വീണ്ടും അഗെയിൻ ആ സെയിം സ്റ്റാർട്ടിങ് പോയിന്റിൽ മീറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ LCM ആണ് കണ്ടുപിടിക്കുന്നത്. How many minutes will they meet again at the starting point? അപ്പോൾ we have to find the LCM of the time. അത് എത്രയാണ് LCM ഓഫ് ഏതൊക്കെ നമ്പറിൻ്റെ കാണേണ്ടത്? ഒരാളെടുത്തത് എന്താണ്? 18ഉം മറ്റാൾ എത്രയാണ്? 12. അപ്പോൾ 18 and 12ൻ്റെ LCM ആണ് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടത്. 18 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? 9 × 2. 9 എന്ന് പറയുന്നത് 2 × 9, 3 × 3 അല്ലേ? 2 × 3 × 3 ആണ് 18. 12 എന്ന് പറയുന്നതോ 3 × 4, അതായത് 3 × 4 എന്ന് പറയുന്നത് 2 × 2. അപ്പോൾ 2 ആദ്യം എഴുതാം. 2 × 2 × 3, അതായത് 2² × 3. അപ്പോൾ രണ്ടിൻ്റെയും ഫാക്ടറൈസേഷൻ നമ്മൾ എഴുതി. ഇനി LCM കാണാനായിട്ട് അതിൻ്റെ 2ൻ്റെ ഇവിടെ ഹയസ്റ്റ് പവർ എഴുതണം അല്ലേ? LCM ഇവിടെ 2⁻1 ആണ്, ഇവിടെ 2² ഉണ്ട്. അപ്പോൾ 2² എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 3² ഉണ്ട് 18ൽ. അപ്പം ഇവിടെ 3² ഇവിടെ 3⁻1 ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തെടുക്കണം? 3² എടുക്കണം. എപ്പോഴും ഹയസ്റ്റ് പവറാണ് നമ്മൾ LCM കാണാൻ വേണ്ടിയിട്ട് എടുക്കുക. അസമയം HCFന് ലീസ്റ്റ് പവറാണ് എടുക്കേണ്ടത്. 2² എന്ന് പറയുന്നത് 4, 3² എന്ന് പറയുന്നത് 9. 9 4s are 36. അപ്പോൾ 36 മിനിറ്റ്സിലാണ് അവർ വീണ്ടും എന്ത് ചെയ്യാം? അവർ മീറ്റ് ചെയ്യാം. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ അതിൻ്റെ മൾട്ടിപ്പിൾ കണ്ടില്ലേ? 12ൻ്റെ മൾട്ടിപ്പിൾ 12, പിന്നെ 24 ആകുമ്പോൾ അയാൾ രണ്ടാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആക്കും. പിന്നെ 36ലാണ് മൂന്നാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആക്കുക. സോണിയ ആണെങ്കിൽ 18, അത് കഴിഞ്ഞ് അടുത്തത് 36. അപ്പോൾ 36 അവിടെ കോമൺ ആയിട്ട് വന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ ഒക്കെ പ്രോബ്ലം ചോദിക്കുമ്പോൾ LCM ആണ് കാണേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം LCM കാണാനറിയാം, പക്ഷേ ഈ പ്രോബ്ലം വരുമ്പോൾ LCM ആണോ HCF ആണോ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് പരിചയമായിരിക്കണം. അപ്പോൾ ഈ ഒരു എക്സസൈസ് ഇവിടെ വെച്ച് കഴിയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.